ലാ 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 ലാ. ലാ 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 ലാ. ആഹാ, എന്ത് രസമാണ് ഈ കാടൊക്കെ കാണാൻ. എന്ത് ഭംഗിയാ ഇവിടെയുള്ള പൂക്കൾക്ക്. ഔ, ഇന്ന് നല്ല രസമുള്ള ദിവസമാണല്ലോ. അയ്യോ, ഇതാരാ ഇവിടെ വഴിയിൽ ഒരു വലിയ ഐസും കട്ടയിരിക്കുന്നത്? ഇതിന് കണ്ണും മൂക്കൊക്കെ ഉണ്ടല്ലോ. ഇത് ഉരുക്കി പോകാത്തതെന്താ? ആരെങ്കിലും ഇവിടെ മറന്നു വെച്ച ഐസ്ക്രീം ആണോ ഇത്? ഞാൻ ഐസ്ക്രീം അല്ല, ഞാൻ മഞ്ഞിന്റെ രാജാവാണ്. നീ എന്നെ തൊട്ടതെന്തിനാ? അയ്യോ അമ്മേ, രക്ഷിക്കണേ! ഐസും കട്ട സംസാരിക്കുന്നേ, ഓടിക്കോ! അയ്യോ, ഇങ്ങനെ പേടിക്കല്ലേ, ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. എന്റെ പേര് നിനക്കറിയുമോ? എന്റെ പേരാണ് സ്നോ. നിന്റെ പേരെന്താണ്? ഇങ്ങനെ നിലവിളിക്കാതെ പേരെങ്കിലും ഒന്ന് പറയൂ കൂട്ടുകാരി. എന്റെ പേര് നീനു. പക്ഷെ നീ എന്താ ഇവിടെ തനിച്ച് നിൽക്കുന്നത്? ഓ, അതൊന്നുമില്ല, ഞാൻ വെറുതെ ഈ കാടൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. നീനു, എനിക്ക് വലിയൊരു വിദ്യ അറിയാം. ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാണാൻ പറ്റും. അതെയോ? നീ നുണ പറയുന്നല്ലേ? അങ്ങനെയൊക്കെ കഴിയുമോ? പിന്നല്ലാതെ. നീ എന്താ എന്നെ പറ്റി കരുതിയത്? ആഹാ, അത്ര വലിയ വിദ്യ. എങ്കിൽ നീ കണ്ണടച്ച് എന്നെ കാണിക്കേ. ഞാൻ നിന്റെ മുന്നിൽ എന്ത് ചെയ്യുകയാണെന്ന് നീ പറയണം. ശരിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഇത്രയുള്ളൂ. ഐ ആം റെഡി. സ്നോ, നീ കണ്ണടച്ച് പിടിക്കേ. ശരി, ദാ ഞാൻ കണ്ണു പൂട്ടുകയാണ്. റെഡി, 1 2 3. പറയൂ സ്നോ, ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നീ ഇപ്പോൾ എന്റെ തൊട്ട് മുന്നിൽ നിന്ന് എന്നെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. അയ്യോ, തോറ്റുപോയി. അയ്യോ, തോറ്റുപോയി. അയ്യോ മണ്ടച്ചാരി, നിന്റെ പുറകിലാ ഞാൻ നിൽക്കുന്നത്. നിന്റെ മാന്ത്രിക വിദ്യ ഫ്ലോപ്പായല്ലോ. അത് പിന്നെ എന്റെ കണ്ണിൽ മഞ്ഞ് കാരണം സിഗ്നൽ കിട്ടാഞ്ഞതാ. നിന്റെ കളിയൊന്നും എന്നോട് വേണ്ട സ്നോ. എനിക്കറിയാം അതിന് പറ്റിയ വിദ്യയൊന്നും നിന്റെ കയ്യിലില്ലെന്ന്. സ്നോ, നിനക്ക് ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു? നിന്റെ കൊട്ടാരം എങ്ങനെയാ? നല്ല ഭംഗിയാണോ കാണാൻ? നീ അല്ലേ പറഞ്ഞത് നീ അവിടെ രാജാവാണെന്ന്? എന്റെ കൊട്ടാരത്തിൽ എപ്പോഴും ഭയങ്കര തണുപ്പാണ്. അവിടെ എപ്പോഴും മഞ്ഞ് വീണുകൊണ്ടേയിരിക്കും. സ്നോ, നേരെ ഇരുട്ടാറായി. നമുക്ക് വേഗം വീട്ടിൽ പോകാം. ഈ കാട്ടിൽ രാത്രിയായാൽ ഒരു ഭൂതം വരുമെന്ന് അമ്മൂമ്മ പറയാറുണ്ട്. ഭൂതമോ? ഞാൻ മഞ്ഞിന്റെ രാജാവല്ലേ. ഭൂതം വന്നാൽ ഞാൻ അതിനെ ഒരൊറ്റ അടി വെച്ച് ഐസാക്കി മാറ്റും. അപ്പോൾ നിനക്ക് ഭൂതത്തിന് പേടിയില്ല? ഇല്ലേ ഇല്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? ഞാൻ ഈ കാട്ടിലെ ഭൂതമാണ്. ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണ്. അയ്യോ അമ്മേ, ഭൂതം എന്നെ രക്ഷിക്കണേ. ഞാൻ ഇനി ഈ വലിയ വർത്തമാനമൊന്നും പറയൂല അമ്മേ. അയ്യോ കിച്ചു, ഇത് ഞാനാമി. നീ ഇങ്ങനെ കരയല്ലേ? വലിയ മഞ്ഞിന്റെ രാജാവാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ കരയാണോ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നീ എന്തേ പറഞ്ഞത് എനിക്ക് പേടിയില്ലാന്ന്? അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ പേടിപ്പിച്ചത്. സ്നോ, ഇങ്ങനെ കരയില്ലേ നീ? നിന്റെ ദേഹത്തുള്ള മഞ്ഞ് കട്ടയൊക്കെ ഒലിച്ചു പോകും. പിന്നെ എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല. നിന്റെ കണ്ണും മൂക്കും മാത്രമായിരിക്കും ബാക്കി. നീ എന്നെ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞു. നീനു, നിനക്ക് ഭയങ്കര കുസൃതിയാണ് കേട്ടോ. വാ വാ, ഇപ്പൊ ഇരുടാവും. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം.